ഹലോ ഗൈസ്, സുഖല്ലേ? രാവിലെ പള്ളിയിലെല്ലാം പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് കമ്പനിയിൽ പോയി കുറച്ച് പണി ഉണ്ടായിന്. റൂമെല്ലാം ചൂടാക്കിക്കൊണ്ട് ജിതിനട്ടനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. നമ്മളതിൽ പാകിസ്ഥാനികളുണ്ട്, നേപ്പാളികളുണ്ട്, കൂടെ മലയാളികളും. ഉച്ചയാകുമ്പോൾ റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി തുടങ്ങി. ഇന്ന് ഞാൻ വെക്കാന്ന് പറഞ്ഞു ബിരിയാണി, നല്ല ബീഫ് ബിരിയാണി. ഞാൻ വരുമ്പോക്ക് ബീഫെല്ലാം റെഡി ആക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിന്. ഷംനാഖാനോട് വിളിച്ചിട്ട് മസാല എങ്ങനെയുണ്ട് നോക്കാൻ പറഞ്ഞു. എന്നെ ഫുഡെല്ലാം വെക്കാൻ പഠിപ്പിച്ചത് ഒന്ന് സതീഷേട്ടനും ഷംനാഖാൻ. ഇവരെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കാനെല്ലാം തുടങ്ങിയത് പഠിച്ചതും. ഫുഡ് ഉണ്ടാക്കാൻ എന്തോ ഒരു താല്പര്യം. അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാതെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നെയ്യും കൊരട്ടയും മുന്തിരിയെല്ലാം ഇട്ടിട്ട് ദമ്മിലിട്ട് ഈ ഒരു നാരങ്ങ എടുത്തിട്ട് ഉപ്പ്, പഞ്ചസാര, പുതിനെല്ലാം ഇട്ടിട്ട് അടിക്കുക. അതിൻ്റെയൊക്കെ സോഡ ഒഴിച്ചിട്ട് ഒരു കുടിക്കലുണ്ട്. അതിന്റെ പുളിയും മധുരം എല്ലാം വന്നിട്ട് എന്ത് പാങ്ങെന്ന് അറിയാം. ചൂട് ബിരിയാണി ഇത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു വൈബ് ഉണ്ട്. കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇന്നലെ പോയ പോക്കില് ബ്ലൂ വാട്ടറും മൈന്തുപ്പായി എല്ലാം പോയിന്. അടുത്ത കാഴ്ചകളെല്ലാം കണ്ടോണ്ടും നടന്നുകൊണ്ട് നിന്ന് നടന്ന് കാലെല്ലാം നൊമ്പലാൻ തുടങ്ങി. അങ്ങനെ കളറെല്ലാം കണ്ടോണ്ടുണ്ട് നടന്നുകൊണ്ടുണ്ട്. എങ്ങനെ അങ്ങനെ മേഖല കയറിയിട്ട് ഐസ്ക്രീം ഓർഡർ ആക്കി. അതെല്ലാം തിന്നിട്ട് പേര് നോക്ക്. ഇവിടുത്തെ കാലാവസ്ഥ സൂപ്പർ ആയതുകൊണ്ട് നല്ല രസമാണ് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാനും പോകാനല്ലോ. ചൂടായി കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ പോക്കും ഉണ്ടായില്ല, നടക്കലും ഉണ്ടായില്ല. അവിടെ നിന്ന് നേരെ റൂമിൽ വന്നിട്ട് അമ്മ അസീമ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല ചിക്കൻ പൊരിഞ്ഞോണ്ടുണ്ട്. അങ്ങനെ പൊരിഞ്ഞ ചിക്കൻ ഒന്നെടുത്തിട്ട് ആദ്യം തന്നെ തോന്നുന്നു ഇവന് മാംഗ്ലൂർ അതിനെ കൊണ്ട് അടുത്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കി. വായിൽ കിട്ടാത്തൊരു പേരാണ്, ഗുറുകുണ്ട പാലിയ. അങ്ങനെ അതും തിന്നിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.